മനുജ കേരളക്കര ഉറ്റുനോക്കിയ ഒരു ബൈപോൾ നിലമ്പൂർ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നിരിക്കുന്ന ഈ ഒരു വോട്ടെടുപ്പിന് അതിൽ തന്നെ മികച്ച ഒരു വോട്ടിംഗ് ശതമാനമാണ് വന്നിരിക്കുന്നത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ. അതായത് ഒരു ഏതാണ്ട് 10-നും 15-നും ഇടയ്ക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 2,32,384 പേരാണ് നിലമ്പൂരിൽ വോട്ടർമാരിലുള്ളത്. അതിനകത്ത് ഏകദേശം 1,70,70,000-ഓളം പേരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കാലാവസ്ഥയെല്ലാം തന്നെ അനുകൂലമാണ് വോട്ടർമാർക്ക് വരാൻ. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർ അതിനു മുമ്പേ തന്നെ വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കനത്തൊരു പോളിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനും കൂടെയാണ് നോക്കുന്നത്. പരമാവധി ആളുകളെ വോട്ടിംഗ് സെന്ററുകളിൽ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇന്നത്തെ ദിവസം തന്നെ ഒരുപാട് പ്രത്യേകതകളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. PV അൻവർ, ആര്യാടൻ ഷൗക്കത്ത് ഒരു ഫേസ് ഓഫ് ഇതിനിടയിൽ ഉണ്ടായി. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലായതുകൊണ്ടെന്ന് തോന്നുന്നു ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ PV അൻവർ രാവിലെ തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു. ആത്മവിശ്വാസത്തോടെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ആര്യാടൻ ഷൗക്കത്ത് ഇലക്ഷൻ കഴിഞ്ഞ കഥ എഴുതാൻ പോകും, സ്വരാജ് തിരിച്ച് വീണ്ടും CPM സെക്രട്ടേറിയറ്റ് പോകും, ഞാൻ നിയമസഭയിൽ പോകും, മാത്രമല്ല UDFന്റെ 35%, LDFന്റെ 25% വോട്ട് തനിക്ക് കിട്ടും, അതുപോലെ തന്നെ 75,000-ലധികം വോട്ട് തനിക്ക് കിട്ടുമെന്നൊക്കെ അൻവർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആളുകളെ മൊത്തത്തിൽ ഒരു അൻവർ അവിടെയും ഒരു കയ്യും കെട്ടി ഒരു സാധാരണക്കാരനെ പോലെ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. വലിയ മുന്നണിയൊന്നുമില്ല എങ്കിൽ പോലും മാധ്യമങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണത് അൻവറിനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇലക്ഷനിലെ ഒരു ഗിമിക് നമ്മൾ കാണുമല്ലോ, ഇലക്ഷൻ ദിനത്തിലെ കുറച്ച് കാഴ്ചകൾ അതൊക്കെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. മനുഷ്യ ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിലമ്പൂർ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്തിരുന്നു. നമുക്കൊരു എന്താ പറയുക മറുനാടൻ മലയാളി എംപ്ലോയി നമുക്ക് കുറച്ചുകൂടെ ഒരു പേഴ്സണൽ സ്പേസ് കൂടിയുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. എനിവേ നോക്കൂ ശരത്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം ഏതെങ്കിലും ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ലെവലിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രൊമിനൻസ് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്നും അദ്ദേഹം ഇലക്ഷനിൽ ജയിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ PV അൻവർ കുറച്ചധികം വോട്ടുകൾ പിടിക്കുന്നത് കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അതായത് PV അൻവർ ജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ PV അൻവർ വോട്ട് പിടിച്ചാൽ അതിലൂടെ ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോവുകയും സ്വരാജ് ജയിക്കുകയും ചെയ്താൽ അത്യാവശ്യം ഒന്ന് എന്താ പറയുക മലബാർ ഏരിയയിൽ PV അൻവർ ഇപ്പോഴും ഹോൾഡ് ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനമായും നിർണായകമായി വരുന്നത് VD സതീശന്റെ ഒരു അപ്രമാദിത്വമുണ്ട് കോൺഗ്രസിൽ നിലവിൽ. കാര്യം അദ്ദേഹം ലീഡ് ചെയ്യുകയും അദ്ദേഹം പറയുകയും ചെയ്ത സ്ഥാനാർത്ഥികളെല്ലാം ബൈപോളിലെല്ലാം ജയിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലമ്പൂർ ഏതെങ്കിലും ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയം, കാര്യം PV അൻവർ തിരിച്ചു കയറാൻ നോക്കിയിരുന്നു, VS ജോയി സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിരുന്നു. ഇവരെയൊക്കെ മറികടന്ന് കോൺഗ്രസിന്റെ UDFന്റെ സംസ്ഥാന അധ്യക്ഷൻ നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും VD സതീശൻ ഏറ്റെടുത്ത ഒരു നിർണായകമായ തീരുമാനമായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ VD സതീശൻ എന്ന് പറയുന്ന ഒരു ഫിഗർ തന്നെ ഇല്ലാതെയാകും. അത് അങ്ങനെ ഒരു സാഹചര്യം വന്നല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു ബൈപോൾ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വന്നതുകൊണ്ട് ആ ട്രെൻഡ് അതേ രീതിയിൽ തന്നെ തുടരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഷാനിമോൾ ഉസ്മാൻ ബൈപോൾ ഇലക്ഷനിൽ ജയിക്കുന്നു, പക്ഷെ തൊട്ടടുത്ത് നടക്കുന്ന മേജർ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ അതേ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ക്വാർട്ടർ ഫൈനൽ ആണെന്നൊന്നും പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നിർണായകമാവുന്ന VD സതീശനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വേറെ ആർക്കും ഒന്നും പോകാനില്ല ഇവിടെ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ പാർട്ടി പ്രമുഖ നേതാക്കളെല്ലാം മണ്ഡലം വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണമായും എനിക്കൊന്ന് അൻവർ ഒരു പടി കൂടി മുന്നിട്ട് നിന്ന് ആത്മവിശ്വാസത്തിലാണ് എന്നാണ് മനസ്സിലായത്. പക്ഷെ BJP ഒന്നും കളത്തിലേ ഇല്ലല്ലേ? കളത്തിലേല, പക്ഷേ പരമാവധി വോട്ടുകൾ, അതായത് നേരത്തെ വോട്ട് നമ്മുടെ സർവേയിലടക്കം പറയുന്നത് ആ ഒരു വോട്ട് നിലനിർത്തുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ പ്രകടനം കാണുമ്പോഴും അവരുടെ ആത്മവിശ്വാസം കാണുമ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് അവരത്രയും എന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാകും എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല നേരത്തെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു UDFനെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ള രീതി കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. അങ്ങനെ വന്നാൽ മാത്രമേ അതായത് സതീശൻ വേറെ എല്ലാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിലെ മറ്റുള്ളവരെല്ലാം മൗനം പാലിച്ച് അല്ലെങ്കിൽ ചാഞ്ചാടി നിന്നപ്പോഴും സതീശൻ എന്നൊരാളുടെ നിലപാട് കാരണമാണ് അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാകുന്നതും VD സതീശനും അതുപോലെ തന്നെയാണ് ആ സ്ഥാനാർത്ഥികളെ പോലെ തന്നെയാണ് VD സതീശനും നിർണായകമാകുന്നത്. മാത്രമല്ല രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്ത്, അല്ലെങ്കിൽ കാര്യം നിയമസഭാ ഇലക്ഷന് വളരെ കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ. അതിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു എന്താ കാര്യം രമേശ് ചെന്നിത്തല, K സുധാകരൻ, മാത്രമല്ല KPCC പ്രസിഡന്റ് മാറിയൊരു ഘട്ടത്തിൽ കൂടി അവരും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന സാധിക്കും. KPCC പ്രസിഡന്റ് ഡെഫിനറ്റ്ലി VD സതീശനൊപ്പമാണ്. പക്ഷേ സുധാകരനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലുള്ള പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സ് എല്ലാവരും തന്നെ VD സതീശനിൽ നിന്ന് മാറി നിൽക്കുന്നു. ജമാഅത്തെ അഫിലിയേഷൻ വന്നതിലൊക്കെ വ്യത്യാസമാണ് നിൽക്കുന്നു.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ വി ഡി സതീശൻ എടുത്ത നിലപാടുകൾ മാത്രമാണ് ശരിയോ തെറ്റോ എന്ന് അറിയാൻ പോവാണ്. ഒരു പിണറായിസമാണ് ഇപ്പോൾ കോൺഗ്രസിൽ കണ്ടുവരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ സതീശനിസം പറയുന്നത്, അതായത് ആ രീതിയിലേക്ക് മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വൃന്ദം, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പടയൊരുക്കം നടത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇത്രയും നിർണായകമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തലടക്കം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്, ചുറ്റുമുള്ളവരെ കൂടി അതിനകത്ത് പരിഗണിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ ശബ്ദമുയർത്താനുള്ള ഇതുണ്ടായിരുന്നു. നമുക്ക് ചെന്നിത്തലയെ കുറിച്ച് അറിയാം, അദ്ദേഹം ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞു ബഹുസൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ എല്ലാവർക്കും, പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടത് ഈ നിലമ്പൂർ വിഷയം വന്നപ്പോഴാണ് സതീശന്റെ ഗ്രാഫ്, അതായത് പെട്ടെന്നൊരു അദ്ദേഹത്തിന്റെ തീരുമാനത്തോടെ തന്നെ നേരത്തെ പറയുന്നത് തന്നെ ഒറ്റയടിക്ക് താൻ പറയുന്നതാണ് കാര്യം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. അതിന് നേരത്തെ പറയുമ്പോൾ തന്നെ സുധാകരൻ അടക്കം, അതായത് അദ്ദേഹത്തെക്കാളും മുതിർന്ന കെ സുധാകരൻ അടക്കം ഒന്ന് അയയേണ്ടി വന്നിട്ടുണ്ട്. അതായത് പരസ്യമായ വിമർശനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പക്വമായ രീതിയിൽ ഇപ്പോൾ ഇതിനു വേണ്ടി ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷന് പോലും അതിനകത്ത് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അടക്കം അൻവറിന്റെ കാര്യത്തിൽ ഒരു ചാഞ്ചാട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ നിലപാട് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ വി ഡി സതീശൻ ഇവിടെ നേരത്തെ പറഞ്ഞത്, നേരത്തെ അൻവർ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് അൻവർ തിരിച്ചടിച്ചത്. വി ഡി സതീശനെ പറയാനൊന്നുമില്ല, അത്രയ്ക്കും രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഇലക്ഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമസഭാ ഇലക്ഷന് തന്നെ ഏറ്റവും വലിയ നിർണായകമാകാൻ പോകുന്നൊരു സ്വാധീനിക്കാൻ പോകുന്നൊരു ഇലക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്? ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കുറച്ച് പേര് ഏതെങ്കിലും പരമ്പരാഗതമായിട്ട് പാർട്ടിയിൽ തന്നെ ഇടണമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വരെ സ്വാധീനിക്കുന്ന ആൾക്കാർ കാണും. ഇപ്പോൾ രാഷ്ട്രീയം പ്രത്യേകിച്ച് ഇല്ലാത്തവർ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നോക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര് കൂടിയുണ്ട്. അപ്പം ആ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴായിരിക്കും ഒരുപാട് ചിത്രങ്ങൾ അവരുടെ കടന്നു പോകും. അപ്പോൾ അവിടെയാണ് നിർണായകമാകാൻ പോകുന്നതെന്ന് നമുക്ക് പറയാം.